ഷഫാഅത്തി ലി അഹ്ലിൽ കബായിരി മിൻ ഉമ്മത്തി. എന്താ അർത്ഥം മോനെ? എൻ്റെ ഷഫാഅത്ത് എൻ്റെ സമുദായത്തിൽ വൻ ദോഷങ്ങൾ ചെയ്തവർക്കാണ്. വൻ ദോഷം ചെയ്ത് പോയിക്കൊള്ളിടാന്നല്ല, എൻ്റെ ഷഫാഅത്ത് ഞാൻ ആർക്ക് കൊടുക്കും? ഇതാണ് അതിൻ്റെ അർത്ഥം. എന്നെ നിസ്കാരല്ലടാ വലിയ കാര്യം. ഈ ബോധനക്കുണ്ടെങ്കിൽ ഈ റസൂലുള്ളാഹിന്റെ മൗലൂദ് മങ്കൂസ് അല്ലെങ്കിൽ വേറൊരു കൂസ് ഉണ്ടാക്കിക്കട. വാബി പറയാൻ നിങ്ങൾക്ക് മങ്കൂസ് പറ്റുന്നെങ്കിൽ വേറൊരു കൂസ് ഉണ്ടാക്കിക്കോ. ഏത് നിസ്കാരത്തിന് മുമ്പും ശേഷം മങ്കൂസ് ഓടും അല്ലെങ്കിൽ വേറൊരു മൗലൂദ് ഉണ്ടാക്കി ഓടും. എന്തുകൊണ്ട്? ഇത് തെറ്റിതാ ഞാൻ എന്നെ ഒഴിവാക്കൂല. ഷഫാഅത്തി ലി അഹ്ലിൽ കബായിരി മിൻ ഉമ്മത്തി. അഹ്ലിൽ കബീറത്തല്ല, കബീറത്താണ് ഒരു ദൻദോഷം, കബായിർ എന്നാൽ എല്ലാ ബന്ധോഷം ചെയ്ത് ഓർക്കാണ് ഞാൻ കൊടുക്കുക. ഞാൻ അള്ളാഹിനോട് പിടിച്ചിക്കാണ് എത്ര കുടുങ്ങിയിട്ട് എൻ്റെ ഷഫാഅത്ത് ഞാൻ വിട്ടിട്ടില്ല, എൻ്റെ ദുആ ഞാൻ ഒഴിവാക്കിയിട്ടില്ല. ഈ ദുനിയാവിൽ പല നബിമാരും ദുആ തീർത്തു, ഞാൻ ദുആ തീർത്തിട്ടില്ല. കാരണം തമ്മാടിത്തരം ചെയ്ത മനുഷ്യന്മാർ എൻ്റെ ഉമ്മത്താണ്. അവരിൻ്റെ അടുത്ത് വരുമ്പോൾ എനിക്ക് ഓരോ നരകത്തേക്ക് വിടാൻ കഴിയൂല. ആൾക്ക് എത്ര സ്നേഹം എന്നോട്. അത് പഠിക്കുക. ഒരിക്കൽ ഈ അരിയത്തും കൊണ്ടൊരു മോലിയൊരു നിലമ്പൂരിൽ നിൻ്റെ അടുത്തേക്ക് വന്നു. നിലമ്പൂരിൽ നിന്ന് ഒരു 20 കൊല്ലം മുമ്പ് എൻ്റെ അടുത്ത് സ്ഥലം. ഇത് ശരിയാണോ? കാരണം ബന്ധോഷികൾക്കാണോ ഇതൊക്കെ കൊടുക്കുക? അപ്പം ഞാൻ പറഞ്ഞു ശരിയാണ്. മനസ്സിലായില്ല. ഹദീസാണ് എൻ്റെ ഷഫാഅത്ത്. എൻ്റെ ഷഫാഅത്ത് തെറ്റ് ചെയ്താത്തവർക്കല്ല. പറേ ഓലെ ഒരിക്കലും റബ്ബ് പരിഗണിക്കൂല. അനാജാതി വ്യഭിചാരി കള്ളുകുടിയാണ്. ഇവൻ കബീറത്തല്ല, പിന്നെന്താ ചെയ്തത്? കബായിർ. അതിന് മാത്രം സന്തോഷം അവൻ ചെയ്തു. ഓനെനിക്ക് ഒഴിവാക്കാൻ കഴിയൂല. എന്തുകൊണ്ട്? അവൻ എന്തേ ഉമ്മത്തല്ലേ. ഓനിട്ട് സ്വർഗത്തിൽ പോകാൻ എനിക്ക് കഴിയൂല. ഓനെ അള്ളാഹ് പരിഗണിക്കൂല. ഞാനവിടെ കുടുങ്ങും. ഞാൻ അവിടെ ഷഫാഅത്ത് ചെയ്ത് കയറ്റും. എൻ്റെ ഉമ്മത്തല്ലേ, ഓനെനിക്ക് വിടാൻ കഴിയോ? നാട്ടുകാർക്കൊക്കെ തച്ചിട്ട് പുറം പൊളിച്ച് ഹാജരെടുത്ത് കൊണ്ടുവരാം. ഹാജർക്ക് ഒറ്റ പരിപാടിയുള്ളൂ. എന്ത് കാര്യ? എടാ ഇങ്ങനെ ആയല്ലോ, എനിക്കെന്നെ വിടാൻ കഴിയൂല. ചിന്ത ചോരയല്ലേ? ഇതല്ലേ ഇതല്ലേ വാക്ക്. ആ സ്നേഹം തിരിച്ചു കൊടുത്താൽ യമുമിനോ. ബാക്കിയൊക്കെ നാടകങ്ങളാണ്. ഇതുണ്ടെങ്കിൽ ബാക്കിയൊക്കെ ഇബാദത്താ, ഇതില്ലെങ്കിൽ ബാക്കി നാടകം. ഈ ആളെ നിനക്കോട്ട് അറിയൂല. ഈ ആൾ ആരല്ലാത്ത ഒരാൾ അറിഞ്ഞിട്ടില്ല. എൻ്റെ റബ്ബല്ലാത്ത ഒരാളും എന്നെ അറിഞ്ഞിട്ടില്ല. അത് റസൂലുള്ളാഹിക്ക് കിട്ടിയ ഉമ്മത്തിന്റെ പ്രത്യേകതയാണ്. അപ്പൊ അവരെ സ്നേഹിക്കാൻ റസൂൽ തയ്യാറായതാണ്. ലഖദ് ജാഅക്കും അർത്ഥമാക്കി. ലഖദ് ജാഅക്കും ഞാൻ നിർബന്ധിച്ചില്ല. നബി എന്നെ വരാൻ ഞാൻ പോകാൻ പറഞ്ഞു. നിങ്ങളെടുത്ത് വന്നു റസൂൽ